കേരള ബ്ലാസ്റ്റേഴ്സ് ട്രാൻസ്ഫർ മാർക്കറ്റിൽ അവസാന നിമിഷം റാറ്റ് റേസ് നടത്തി അങ്ങ് മറിക്കുമെന്നായിരുന്നു ഞാൻ പ്രതീക്ഷിച്ചത്. കുറേ സൈനിങ്ങൾ ചറപറ വരുമെന്നൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ ഒരു തേങ്ങയും വന്നിട്ടില്ല. ഇനിയിപ്പം സൈനിങ് നടത്തി വെച്ചിട്ട് സർപ്രൈസ് ആയിട്ട് അനൗൺസ് ചെയ്യാനാണോ പദ്ധതി എന്ന കാര്യത്തിൽ നമുക്ക് വലിയ അറിവൊന്നുമില്ല. ഇവിടെയോ ഞാനൊരു ശുഭാപ്തി വിശ്വാസം വെച്ചിട്ടുണ്ട്. പഞ്ചാബ് എഫ് സിയിൽ നിന്ന് അവരുടെ സെന്റർ ബാക്ക് ആയിട്ടുള്ള നിഖിൽ പ്രഭുവിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ആഗ്രഹിച്ച കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലുകളെല്ലാം ട്രാൻസ്ഫർ മാർക്കറ്റ് ക്ലോസ് ചെയ്തപ്പോൾ പുറത്തോട്ട് വന്നിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് നിഖിൽ പ്രഭുവിനെ ട്രൈ ചെയ്തിരുന്നു. 80 ലക്ഷം രൂപയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നിഖിൽ പ്രഭുവിന് വേണ്ടി പഞ്ചാബ് എഫ് സിയോട് ഓഫർ ചെയ്തത്. പക്ഷേ പഞ്ചാബ് എഫ് സി താരത്തിന് 80 ലക്ഷത്തിന് കൊടുക്കാൻ തയ്യാറല്ല. കുറച്ചുകൂടി ഒരു ബെറ്റർ ഓഫർ വന്നാൽ പഞ്ചാബ് എഫ് സി താരത്തിനെ കൊടുക്കും എന്നുള്ളൊരു നിലപാടിലായിരുന്നു. പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് നിഖിൽ പ്രഭുവിന് 80 ലക്ഷത്തിൽ കൂടുതൽ ചെലവഴിക്കാൻ തയ്യാറായിരുന്നില്ല. ജീക്സനെ വിറ്റ വയ്യൽ 3.5 കോടിയിൽ അധികം രൂപ കിട്ടിയ ഒരു ക്ലബ്ബാണ് ട്രാൻസ്ഫർ എമൗണ്ടിൻ്റെ കാര്യത്തിൽ മറ്റ് ക്ലബ്ബുകളോട് ചീപ്പ് ബാർഗൈനിങ്ങിന് നിൽക്കുന്നത്. 80 ലക്ഷം രൂപ ചെറിയൊരു എമൗണ്ട് ആണെന്നല്ല പറഞ്ഞത്, വലിയൊരു എമൗണ്ടൊക്കെ തന്നെയാണ്. അതവിടെ നിൽക്കട്ടെ. അങ്ങനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ സൈൻ ചെയ്യാൻ ശ്രമം നടത്തി പാളിപ്പോയ താരങ്ങളിൽ ഒരാളാണ് നിഖിൽ പ്രഭു എന്നുള്ള കാര്യം അർജന്റി ജെയ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഞാൻ ഷെയർ ചെയ്യുന്നു എന്നേ ഉള്ളു. സസ്റ്റൈനബിൾ പുഴുങ്ങും, ചിപ്സ് തിന്നും, നമ്മൾ കപ്പ് കിട്ടുക അതെങ്ങനെ ഇരിക്കും. പക്ഷേ ഇത്തവണ കപ്പ് കിട്ടണമെന്ന് പ്രാർത്ഥിക്കാം.